എല്ലാവർക്കും നമസ്കാരം. ഇത് ടെസ്ല, എലോൺ മസ്കിൻ്റെ ടെസ്ല. കുറച്ച് ദിവസമായിട്ട് ഇത് ഓടിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇന്നാണ് ഇത് സൗകര്യമായിട്ട് കയ്യിൽ കിട്ടിയത്. അപ്പം ഇതിൻ്റെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്താം എല്ലാവർക്കും. കാര്യം കൂടുതൽ ആൾക്കാർ ഇതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇത് മൊത്തം പഠിച്ചു വരാൻ ഒരു 10 ദിവസം എടുക്കും. കാര്യം അത്രയും ഫീച്ചേഴ്സുണ്ട്. ഇത് ടെസ്ലയുടെ ഇതിൻ്റെ 2 റേഞ്ച്. ഇതൊരു മിനി SUV. കാര്യം മറ്റേ ഇതിൻ്റെ മുമ്പേ ഉള്ള മോഡൽ 3 എന്ന് പറയുന്നത് ഒരു സെഡാൻ മോഡൽ. അതിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പം വയസ്സായ നമുക്കൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇതാകുമ്പോൾ ഒരു മിനി SUV ആകുമ്പം ഇറങ്ങാനും കയറാനും ഒക്കെ വളരെ സൗകര്യമുള്ള ഒരു ഹാൻഡിൽ. ഇതാണ് ഇതിൻ്റെ ഹാൻഡിൽ. ഇങ്ങനെ നമ്മൾ ഒന്ന് പ്രസ് ചെയ്താൽ മതി ഇങ്ങനെ വരും. പക്ഷേ ഇതെല്ലാം എന്താ പറയുക, ഇത് കാർഡ് ബേസ്ഡാണ്. ഈ കാറ് യഥാർത്ഥത്തിൽ നമുക്കൊരു ഐഫോൺ പോലെയാണ് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും എലോൺ മസ്ക് ഇതിൻ്റെ കമ്പനി അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിന് എല്ലാ അപ്ഡേറ്റ്സാണ്. ഇതിൻ്റെ ഓരോ സ്പെസിഫിക്കേഷനും നമുക്ക് അപ്ഡേറ്റുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. നമ്മുടെ ഐഫോണൊക്കെ നമുക്ക് ഇങ്ങനെ അപ്ഡേറ്റ് വരുന്നതാണൊക്കെ അതേപോലെയാണ് ഈ കാറിൽ അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. കംപ്ലീറ്റ്ലി ഇലക്ട്രോണിക് അങ്ങനെയുള്ളൊരു സിസ്റ്റമാണ്. പഠിക്കാനുണ്ട് ഒത്തിരി. സാധാരണ നമുക്ക് വണ്ടി ഓടിക്കാനറിയാം, ഓടിച്ചു പോകും എന്നല്ലാതെ ഇതിൻ്റെ ബാക്കിയുള്ള സ്പെസിഫിക്കേഷനെല്ലാം വളരെ എന്താ പറയുക കോംപ്ലിക്കേറ്റഡ് ആണ്. പിന്നെ അത് കുറച്ച് പഠിക്കാനുമുണ്ട്. അല്ലാതെ നമുക്ക് സാധാരണ വണ്ടി എടുത്ത് കീ എടുത്ത് പോകുന്ന ആ ഒരു രീതിയിൽ ഓടിക്കാൻ പറ്റത്തില്ല ഇത്. പിന്നെ ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമുക്കിതിൻ്റെ ഈ ഔട്ടർ ലൈൻ, ഇതിൻ്റെ പുറം വശം എല്ലാം ഒന്ന് കാണാം, ഒന്ന് നമുക്ക് പരിചയപ്പെടാം. എന്ന് പറയുന്നത് ഒരു കാർഡാണ്. നമുക്കൊരു കാർഡ് തരും. പിന്നെ എന്താ പറയുക, നമുക്ക് ആ കാർഡ് നമുക്ക് നമ്മുടെ മൊബൈലുമായിട്ട് നമുക്ക് സിങ്ക് ചെയ്യിപ്പിക്കാം. അപ്പോൾ കാർഡ് ഇല്ലെങ്കിൽ നമുക്ക് ഈ മൊബൈൽ മതി ഇത് ഓണാക്കാനും ഓഫാക്കാനും എല്ലാം ഇത് ഓപ്പറേറ്റ് ചെയ്യാം ഇതുവഴി. ഇതിലൊരു ആപ്പുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ ഈ വണ്ടിയുടെ ഇതിപ്പോൾ ലോക്കാണ്. ഇത് ലോക്കാണ്. ഇതിനെ ഓണായി. ഇതെല്ലാം നമുക്ക് ഇനി കാർഡ് നമ്മളെപ്പോഴും കയ്യിൽ വയ്ക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ മൊബൈൽ ആരെങ്കിലും തട്ടിപ്പറിച്ചുകൊണ്ട് പോയി, അല്ലെങ്കിൽ ഇത് കളഞ്ഞു പോയി, വണ്ടി നമുക്ക് സ്റ്റാർട്ടാക്കണ്ടേ. അപ്പോൾ രണ്ടും കീപ്പ് ചെയ്യുക. നമുക്കിത് മൊബൈൽ നമുക്ക് എപ്പോഴും ഹാൻഡിയാണ്, നമുക്ക് കൺവീനിയൻ്റ്. എപ്പോഴും നമ്മൾ മൊബൈൽ കയ്യിൽ വയ്ക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് ഓഫായി. ഇനി വീണ്ടും ഞാൻ ഓണാക്കി. ഇത് ലോക്കിൻ്റെ ഒരു പിക്ചറുണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അറിയാം ഇത് ഓണും ഓഫും ആക്കാനും. ഇപ്പോൾ ഓണാണ്. ഇത് ഓണാക്കിയെങ്കിൽ മാത്രമേ ഈ ഹാൻഡിൽ ഇങ്ങനെ വരത്തുള്ളൂ, ഇല്ലെങ്കിൽ ഇത് ലോക്ക്ഡായി അങ്ങനെ ഇരിക്കും. ഓക്കെ, ഇതിൻ്റെ കാർഡ് എങ്ങനെ യൂസ് ചെയ്യുന്നു ഇതിൻ്റെ ഓപ്പറേഷൻ കാര്യം. ഇത് ഇവിടെ ഇങ്ങനെ ടാപ്പ് ചെയ്താൽ മതി, ഇത് തുറക്കും. അപ്പം ഇങ്ങനെ കയറാം. ഇത് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് കണക്ക് അല്ലെങ്കിൽ ബാങ്ക് കാർഡ് കണക്ക് സെയിം അതുപോലെ തന്നെയാണ്. ഇത് ടാപ്പ് ചെയ്താൽ മതി, അത് ഓണും ഓഫും ആവും ഇരിക്കും. ഓക്കെ, ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് കാണാം. ഇനി ഇപ്പോൾ ആദ്യമായിട്ട് ഇതിൻ്റെ ഈ ബോണറ്റ് നമുക്ക് തുറന്നു നോക്കാം. അതെല്ലാം ഈ മൊബൈലിലാണ്. ഈ മൊബൈലിൽ ഇതിപ്പോൾ അൺലോക്ക് ചെയ്തിട്ട് ഇവിടെ ഓപ്പൺ എന്നുള്ള ഒരു റൈറ്റിംഗ് ഉണ്ട്. നമ്മൾ അതിൽ ടച്ച് ചെയ്താൽ മതി, ഇത് തുറന്നു വരും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ എൻജിനില്ല. കാര്യം ഇത് ഇലക്ട്രിക് കാറാണ്. ഇതിൽ ബാറ്ററി മാത്രം, ലിഥിയം ബാറ്ററി അടിയിൽ അതിൻ്റെ പാനൽ കൊടുത്തിട്ടുണ്ട്. എന്താ പറയുക, ഇതിപ്പോൾ ഞാനിതിൽ ടച്ച് ചെയ്തപ്പോൾ ഇതിൽ നല്ലൊരു ബ്രീഫ് കേസ് അല്ലെങ്കിൽ നല്ലൊരു സ്റ്റോറേജ് ഉണ്ട് ഇവിടെ. നമുക്ക് നല്ലൊരു സൂട്ട് കേസ് ഇവിടെ വയ്ക്കാം. ഇവിടെ വെച്ച് അങ്ങ് ക്ലോസ് ചെയ്യാം. ഇതാണ് ഫ്രണ്ട്. ഇതാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട് എന്ന് പറയുന്നത്. ചാർജിങ് പോർട്ടും നമുക്ക് ഇത് അതിൽ ഒരു ഇലക്ട്രിക്കിൻ്റെ ഒരു സിമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ ചാർജിങ്. പിന്നെ ഒരു കാര്യം, ഈ കാറ് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ഈ കാറ് ഓർഡർ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ചാർജിങ് വയറും കൂടെ ഓർഡർ ചെയ്യണം, ഇല്ലെങ്കിൽ അത് കിട്ടാൻ പാടാണ്. കാര്യം ഇതിപ്പം നമ്മുടെ ആപ്പിൾ ഐഫോണൊക്കെ വാങ്ങുമ്പോൾ ഇപ്പോൾ ചാർജർ നമ്മൾ സെപ്പറേറ്റ് വാങ്ങണമെന്ന് പറഞ്ഞാൽ അതേ മെത്തേഡ് തന്നെയാണ് എലോൺ മസ്ക് ഇതിൻ്റെ കാര്യത്തിലും ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. കാര്യം ഇവർ ഇതിൻ്റെ കൂടെ ചാർജിങ് വയർ തരുന്നില്ല. ചാർജിങ് വയർ സെപ്പറേറ്റ് വാങ്ങണം. അതൊരു എന്താ പറയുക, അത് ഒരു പറ്റിയൊരു പരിപാടിയാണ്. ഇതിൽ തന്നെയാണ് നമ്മളിത് ക്ലോസ് ചെയ്യുന്നത്.
ഇതേ കണ്ടോ ആയി. ഇതാണ് ഇതിൻ്റെ പരിപാടി. ഇനിയിപ്പോൾ അപ്പോൾ ഇതിൻ്റെ പുറകുവശം നമ്മൾ തുറക്കുമ്പോൾ ഇതിനകത്ത് പടത്തിൽ കാണിച്ചിട്ടുണ്ട് ഓപ്പൺ, അതിൽ ഞെക്കിയാൽ മതി. വന്നു നല്ല വിശാലമായ ഏരിയ, സ്റ്റോറേജ് ഇഷ്ടം പോലെ. നമുക്കിപ്പോൾ ഒരു ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്ക് ഇത് ഓപ്പണാക്കി ഇത് ചരിച്ചിട്ട് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ബെഡിട്ട് നമുക്ക് കിടക്കാം, 2 പേർക്ക് സുഖമായിട്ട് കിടക്കാം. ക്യാമ്പിങ്ങിനെല്ലാം പറ്റിയ വണ്ടിയായത് അല്ലേ അതെന്ന് തോന്നുന്നു. അതിൻ്റെ അത്രയും സൗകര്യമുണ്ട്. പിന്നെ ഇതിൻ്റെ അടിഭാഗത്ത് ഇവിടെ വലിയൊരു എന്തുമാത്രം സാധനങ്ങൾ വയ്ക്കാൻ പറ്റും ഇതിനകത്ത്, ഇഷ്ടം പോലെ സാധനങ്ങളുള്ളൂ ഇതിനകത്ത്. അതാണ് ഇത് തന്നെ. ഇവിടെ ഈ ഓപ്പൺ എന്ന് എഴുതി അവിടെ നമ്മൾ ടച്ച് ചെയ്താൽ മതി. ഇത് ഓപ്പണായി. ക്ലോസ്, ഈസി. ഇതിൻ്റെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇത് ഫുൾ ക്യാമറ അസിസ്റ്റൻ്റ് ഡ്രൈവിംഗ് ആണ്. ഇതിൽ 8 ക്യാമറാസ് ഉണ്ട്. ഇവിടെ 3 ക്യാമറ ഈ ഭാഗത്തായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ക്യാമറയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഇതൊരു ക്യാമറ. അപ്പം 3 2 5. പിന്നെ ഇവിടെ ഒരു ക്യാമറ 6. പിന്നെ പുറകിൽ ക്യാമറ 7. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഈ ഭാഗത്ത് ഇവിടെ ഒരു ക്യാമറ, ഇതേപോലെ ഇവിടെ ഒരു ക്യാമറ, ഇതുപോലെ 2 വശത്തും ക്യാമറയുണ്ട്. അപ്പം 360 ക്യാമറയാണ്, ഫ്രണ്ടിലും ബാക്കിലും സൈഡിലും ഒക്കെ ക്യാമറ അസിസ്റ്റഡ് ഡ്രൈവിംഗ് ആണ് ഇതുള്ളത്. കാര്യം ഇതെന്താ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്ക് മാപ്പ് അടിച്ച് വെച്ചാൽ അവിടെ കൊണ്ടായിക്കോളും, നമ്മളൊന്നും ചെയ്യേണ്ട. അങ്ങനെ ഒരു ഫീച്ചറൂടെ ഉണ്ട് ഇതിന്. പിന്നെ ഇതിൻ്റെ പല വേരിയേഷനുണ്ട്. പല വേരിയേഷൻ എന്ന് പറയുമ്പോൾ അതിന് കാശ് നമ്മൾ കൂടുതൽ അടയ്ക്കണം, സബ്സ്ക്രിപ്ഷനാണ്. അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതിൽ. കംപ്ലീറ്റ് ഇലക്ട്രോണിക്സ്. ടെക്നോളജി വളരും തോറും എന്താ പറയുക, സ്പെസിഫിക്കേഷൻസ് എല്ലാം കൂടി വരുന്നു. ഇത് ഡുവൽ മോട്ടോറാണ് ഈ വാഹനം എന്ന് പറയുന്നത്. കാര്യം ഒരു മോട്ടോർ ഫ്രണ്ട് വീലും ഒരു മോട്ടോർ ബാക്ക് വീലും ഡ്രൈവ്. അതാണ് കാര്യം. 4 വീൽ ഡ്രൈവ് അത് തന്നെയാണ്. ഫ്രണ്ടും ബാക്കിലും ഡ്രൈവ് ഉണ്ട്. ഡുവൽ മോട്ടോർ എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇനിയിപ്പം നമുക്ക് അകത്ത് ഇൻറ്റീരിയർ ഒന്ന് കാണാം. ബാക്കി പുറത്തുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെന്താ പറയുക, ഓക്കെ, അകത്ത് കയറി കാണാം നമുക്ക്. വളരെ സ്പേഷ്യസ് ആണ് വണ്ടി. ഇത് ലെതറാണെന്ന് തോന്നും, പക്ഷേ ഇത് ലെതറല്ല. ഇവർ ലെതറിന് പകരമുള്ള ഏതോ മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലെതറല്ലെന്ന് ഞാൻ അറിഞ്ഞത്. പിന്നെ ഇത് നല്ലൊരു എന്താ പറയുക, ഉടൻ നല്ല ഒരു ടേബിൾ വെച്ച് ഇരിക്കുന്ന അതേപോലെ അത്രയും സ്പേഷ്യസ് ആയ ഒരു ഏരിയയാണ് അവിടെ നല്ലവണ്ണം. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ഈ ടാബിലാണ് ഇതിൻ്റെ കൺട്രോൾ മൊത്തം ഉള്ളത്. പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ള ഇതിൻ്റെ ഈ നമുക്ക് ഈ ഡോർ ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ചാണിത്. ഇതിലൊന്ന് പ്രസ് ചെയ്താൽ മതി, തുറന്നു വന്നു. ഇനി അടച്ചു കഴിഞ്ഞു. പിന്നെ പലർക്കും ഇതിൻ്റെ ഒരു എന്താ ഡ്രോബാക്ക് എന്ന് പറയുന്നത്, വണ്ടി എപ്പോഴെങ്കിലും ആക്സിഡൻ്റ് ആയിപ്പോയാൽ ഇതെല്ലാം കംപ്ലീറ്റ്ലി ഫുള്ളി ഇലക്ട്രിഫൈഡാണ് ഈ വണ്ടി. ഇത് എന്തെങ്കിലും കാരണവശാൽ ഈ സ്വിച്ച് ഇത് തുറക്കാതെ പറ്റാതെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഇതിനകത്ത് സ്റ്റക്കായി പോകും. അപ്പം അന്നേരം അവർ കമ്പനിക്കാർ ഇവിടെ ഒരു എമർജൻസി മാനുവലി തുറക്കാനുള്ള ഈ 2 സ്വിച്ചിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല. അത് 2 വിരലുകൊണ്ട് കൊണ്ട് ഇങ്ങനെ ആക്കിയാൽ തുറന്നു വരും. അത് വളരെ സൗകര്യമായിട്ട് വളരെ ഭംഗിയായിട്ട് അത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുക. ഇതിൻ്റെ കൺട്രോൾ മൊത്തം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഈ ടാബിലാണ് ഇതിൻ്റെ കംപ്ലീറ്റ് സിസ്റ്റം. ഇത് പഠിക്കാനാണ് ഞാൻ പറഞ്ഞത്. പെട്ടെന്ന് നമുക്ക് എല്ലാം ഒന്ന് പരിചയപ്പെട്ട് വരാൻ ഒരു 1 വീക്ക്, ഏറ്റവും കുറഞ്ഞ 1 വീക്ക് നമ്മൾ കൊണ്ട് നടന്നെങ്കിൽ മാത്രമേ പെട്ടെന്ന് നമുക്ക് ഇത് പിടികിട്ടത്തുള്ളൂ. നമ്മുടെ ഈ മൊബൈലിലുള്ള ആപ്പ് ഇതിനകത്ത് നമുക്ക് കിട്ടും. ഇത് വഴി നമുക്ക് ചെയ്യാം. പിന്നെ ഇനി നോക്കി നമ്മുടെ മൊബൈലിലുള്ള ആപ്പ് പോലെ ഇതിനകത്ത് ഒത്തിരി ആപ്പുകൾ വന്നിരിക്കുന്നു. ഇതിനകത്ത് ഫ്രണ്ട് ഡീഫ്രോസ്റ്റ്, റെയർ ഡീഫ്രോസ്റ്റ്, ലെഫ്റ്റ് സീറ്റ് ഹീറ്റിങ് എല്ലാം ഇതിനകത്തിരുന്ന് നമുക്ക് ടച്ച് ചെയ്താൽ മതി.
അങ്ങനെ എല്ലാം ക്യാമറ നമുക്ക് ഡാഷ് ക്യാം എല്ലാം വോയിസ് കൺട്രോൾ കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഓപ്പറേഷൻസ് മിക്കവാറും ഉള്ളതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വണ്ടി മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. അത്ര കൺവീനിയൻ്റ് ആണ്. ഗ്ലൗ ബോക്സ് തുറക്കുന്ന അതിൻ്റെ സിസ്റ്റം ഇവിടെ വോയിസ് കൺട്രോളിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇതൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. ഓപ്പൺ ഗ്ലൗ ബോക്സ്. ഓക്കെ, ഇതാണ് എന്താ പറയുക, ഇവിടെ ഇരുന്ന് സീറ്റിലിരുന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംവിധാനമാണ് അലോൺ മസ്ക് നമുക്ക് സമ്മാനിച്ചു തന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വളരെ അട്രാക്റ്റീവായിട്ട് ഇവർ ചെയ്തിരിക്കുന്ന ഇതിൻ്റെ റൂഫ് ടോപ്പ് എന്ന് പറഞ്ഞാൽ അത് ഇവിടെ ഇരുന്നാൽ നമുക്ക് ഈ ആകാശം കാണാം. പക്ഷേ ഇത് നമുക്ക് എന്താ പറയുക, സൂര്യപ്രകാശവും ചൂട് ഒന്നും അവിടെ നിന്ന് ഇങ്ങോട്ട് അടിക്കത്തില്ല. അങ്ങനെയുള്ള ഒരു തരം മെറ്റീരിയലാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഇത് വേറൊരു കാര്യം, ഈ വണ്ടി എന്തെങ്കിലും ആക്സിഡൻ്റായി മറിഞ്ഞു പോയാൽ പോലും ഇത് പൊട്ടത്തില്ല എന്നാണ് കമ്പനി ഗ്യാരണ്ടി പറഞ്ഞിരിക്കുന്നത്. കാര്യം ഇതിൻ്റെ വെയിറ്റിൻ്റെ 3 ഇരട്ടി വെയിറ്റ് ഭാരം താങ്ങാനുള്ള കപ്പാസിറ്റി ഈ ഗ്ലാസ് കൊണ്ടെന്നാണ് കമ്പനിക്കാർ പറയുന്നത്. അതുകൊണ്ട് വളരെ സേഫാണിത്. പിന്നെ കാണാൻ വളരെ അട്രാക്റ്റീവ്. നമുക്ക് ഇത് ടോപ്പ് ഇല്ലാതെ നമുക്ക് യാത്ര ചെയ്യുന്ന അതേ ഒരു ഫീൽ നമുക്ക് കിട്ടും. എന്നാൽ പുറത്തുനിന്ന് കാണുന്നവർക്ക് അത് അറിയത്തുമില്ല. നമുക്ക് പുറത്തുള്ള കാഴ്ചകളും ആകാശവും എല്ലാം കാണുകയും ചെയ്യാം. അത് വളരെ വളരെ ഭംഗിയായിട്ട് അവർ ചെയ്തിരിക്കുന്നു. ഒരു കാർഡുണ്ട്, അതാണ് ഇതിൻ്റെ കീ എന്ന് പറഞ്ഞു. ഇത് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുമായിട്ട് ആപ്പുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യിപ്പിക്കാം. അപ്പം രണ്ടും കയ്യിൽ വെച്ചിരിക്കുന്നതായിരിക്കും ബെറ്റർ. കാര്യം മൊബൈൽ ഫോണിൻ്റെ ചാർജ് തരികയോ നഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്താൽ നമുക്കിത് ഉപയോഗിക്കാമല്ലോ. അപ്പം അതുകൊണ്ട് ഇതാണ് അതിൻ്റെ കീ. ഇതാണ് ഈ വണ്ടിയുടെ കീ എന്ന് പറയുന്നത് ആക്ച്വലി. അപ്പോൾ പിന്നെ എനിക്ക് ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് തോന്നിയത് റെയർ എന്താ പറയുക, ആ മിറർ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പം മുമ്പോട്ട് എത്ര നോക്കുന്നു അത്രത്തോളം തന്നെ നമ്മൾ ഈ മിററിലൂടെ ബാക്കിൽ വരുന്ന അതിൻ്റെ അത് വളരെ എന്താ പറയുക, വളരെ ചെറിയ ഒരു ഗ്ലാസ് ആയിട്ട് എനിക്ക് തോന്നി. അത് എനിക്ക് തോന്നിയതാണോ ഒന്നും എനിക്കറിയില്ല. അതൊരു കുറച്ചുകൂടെ വലിപ്പം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ലവണ്ണം വ്യൂ കുറച്ചുകൂടെ ബെറ്റർ ആയേനെ. അതിന് കമ്പനിക്കാർ ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ നമുക്ക് ബാക്ക് ക്യാമറ 360 ക്യാമറ ഉള്ളതുകൊണ്ട് അവരത് റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാം ഈ മിററിലൂടെ കാണുന്നതിനെക്കാട്ടിലും ഭംഗിയായിട്ട് ഈ സ്ക്രീനിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. എത്ര ഭംഗിയായിട്ടാണ് ആ ക്യാമറ ആ വീഡിയോയിൽ കാണാൻ പറ്റുന്നത്. ചെറിയൊരു ജീവി അനങ്ങിയാൽ പോലും നമുക്കറിയാം. അത്ര ക്ലാരിറ്റി ഉള്ള ക്യാമറ. എത്ര ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നവർ. ഞാൻ ആദ്യം ഇതാണ് നോക്കിയത്. കാര്യം ഞാനിത് പഠിച്ചു വരുന്നേ ഉള്ളൂ, അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഞാനിത് നോക്കിയപ്പോഴത്തേക്കാണ് മറ്റൊരു ഓപ്ഷൻ കണ്ടത്. ഇതിങ്ങനെ ക്യാമറ ഉള്ളതുകൊണ്ട് ഇതൊരു വലിയ ഇഷ്യൂ അല്ല. നമുക്ക് വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു. ഇതൊരു എനിക്ക് കാര്യം ഞാൻ ഈ വണ്ടി ആദ്യം ഓടിക്കുകയാണ്. അപ്പോൾ എനിക്കും ഇത് യൂസ്ഡായി വരാൻ കുറഞ്ഞതൊരു 4-5 ദിവസം എടുക്കും. കാര്യം ഇതിൻ്റെ ഇത്രയും ടെക്നോളജി, ഇത്രയും ഓപ്ഷൻസ് എല്ലാം പഠിച്ചു വരാൻ. ഇനി ഇതിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഓട്ടോ പൈലറ്റ്. അത് നമ്മൾ ഈ കാറിൻ്റെ ഇവിടെ ഞെക്കുക, ഈ ഓപ്ഷൻ വന്നു. കൺട്രോള്, ഡൈനാമിക്സ്, ചാർജിങ്, ഓട്ടോ പൈലറ്റ്. ഇത് സബ്സ്ക്രിപ്ഷൻ വേണം, നമ്മൾ കാശ് കൊടുത്ത് മേടിക്കേണ്ട സംഗതിയാണ്. ഓട്ടോ പൈലറ്റ് സിസ്റ്റം ഇട്ടാൽ നമ്മൾ അറിയണ്ട, അങ്ങ് പൊയ്ക്കോളും. നമ്മുടെ പോസ്റ്റ് കോഡ് അടിച്ചു കൊടുത്താൽ മതി, നേരെ കൊണ്ട് അവിടെ ആക്കിക്കോളും. നമ്മളൊന്നും അറിയണ്ട. ക്ലബിലൊക്കെ ഇറങ്ങി അടിച്ച് ഫിറ്റായിട്ട് കയറി വന്നിട്ട് നമ്മൾ വണ്ടി ഓടിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മളെ പോലീസൊന്നും പിടിച്ചുകൊണ്ട് പോകില്ല. അതായത് ഇട്ട് കൊടുത്താൽ ഇത് സ്വന്തമായിട്ട് കൊണ്ടുപോയിക്കോളും. എന്തൊക്കെ ഫെസിലിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് അത് പേടിക്കണ്ട. ഇതിൻ്റെ സേഫ്റ്റി മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ അതിഗംഭീരമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഇതിൻ്റെ സെൻട്രി സിസ്റ്റം, നമ്മൾ ഇതിനടുത്തൂടെ പോയാൽ പോലും ഇത് റെക്കോർഡ് ചെയ്യും. ആരെങ്കിലും അടുത്തൂടെ പോയാൽ മതി, റെക്കോർഡ് ചെയ്യും. അതിൻ്റെ ഡാഷ് ക്യാം ഓപ്പൺ ചെയ്താൽ നേരത്തെ വണ്ടി ഓടിച്ച് വന്നപ്പോൾ ഉള്ള ആ ഒരു ഏരിയാസാണ് ഇതെല്ലാം റെക്കോർഡായിക്കൊണ്ടിരുന്നത്. അടുത്തൂടെ എന്ത് പോയാലും അത് റെക്കോർഡാവും. അപ്പം സേഫ്റ്റി മെഷേഴ്സ് ടോപ്പ് ക്ലാസ്സാണ് ഇതിൻ്റെ.
അതാണ് പ്രത്യേകം പറയാനുള്ളത്. ഇതിൽ ഒരു ഇൻഡിക്കേഷൻ വന്നു, ഒരു മെസ്സേജ് വന്നു, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അതിൻ്റെ സമയമായി എന്ന് പറഞ്ഞിട്ട്. അതിപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ ലേറ്റർ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ജസ്റ്റ് ലൈക്ക് നമ്മുടെ ഐഫോണിൽ വരുന്ന അതേ സെയിം മെത്തേഡ് തന്നെയാണ്. എപ്പോഴും ഇങ്ങനെ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കും. പിന്നെ ഇവിടുത്തെ ബാറ്ററി ചാർജ് 24% ഇനി ബാറ്ററി ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്കിനി എത്ര 71 മൈലൂടെ ഓടാം. നമുക്ക് കണക്ക് കൂട്ടി നമുക്ക് എത്ര മൈലാണ് പോകേണ്ടത്, നമ്മുടെ ബാറ്ററി ചാർജ് നമുക്ക് അത് തികയുമോ ഇല്ലയെന്ന് അറിയാനുള്ളൊരു ഓപ്ഷൻ എല്ലാം ഉണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ലെഗ് സ്പേസ്, സീറ്റിംഗ്, നമ്മളിപ്പം എന്താ പറയുക, ഇപ്പം പുതിയ വരുന്ന എല്ലാ വണ്ടികൾക്കും ഉണ്ട് എങ്കിലും ഇത് വളരെ കംഫർട്ടബിളായിട്ട് എനിക്ക് തോന്നി. കാര്യം നല്ല ലെഗ് സ്പേസ്. ബാക്കിൽ ഇരിക്കുന്നവർക്ക് ഞാൻ ഇരിക്കുന്നവരെയും കാണിക്കാം. അപ്പോൾ നമ്മൾ 4 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്ത് പോകാവുന്ന അത്രയും സ്പേഷ്യസ് ആണ് ലെഗ് സ്പേസ്. അപ്പം നമുക്കൊരു ടെസ്റ്റ് ഡ്രൈവ് നടത്താം. ഇതിൻ്റെ ഗിയർ ഈ ഇതിലായിരിക്കുന്നത്. കാര്യം ഈ PRND ഓട്ടോമാറ്റിക് നമുക്ക് ഗിയർ ഇവിടെ ഫ്ലോറിലുള്ള കണക്ക് തന്നെ ഇപ്പോൾ എല്ലാം ഇതിൽ സെറ്റ് ചെയ്ത്, മർസിഡീസിൽ ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിപ്പോൾ പാർക്കിങ്, ന്യൂട്രൽ, റിവേഴ്സായി ഞാൻ ഈ വണ്ടി ഒന്ന് ഓടിക്കുകയാണ്. സ്മൂത്ത് ഡ്രൈവിംഗ് ആണ്, ഇവിടെ പോകാമെന്നറിയില്ല. ഇത് ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്താൽ അപ്പം ബ്രേക്ക് ആവുകയാണിത്. നമ്മുടെ മറ്റു വണ്ടികളെ പോലെയല്ല, പെട്രോൾ വണ്ടിയോ ഡീസൽ വണ്ടിയെ പോലെയല്ല. പെട്രോളിൽ നിന്ന് നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്താൽ അപ്പം പെട്ടെന്നങ്ങ് ബ്രേക്ക് ആവുന്നുണ്ട്. അതങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പം വേറെ വണ്ടികൾ വരികയാണെങ്കിൽ ഇതിൽ കണ്ടോ, ഇവിടെ ഒരു വണ്ടി കിടക്കുന്നതിൻ്റെ അതിങ്ങനെ ഇതിൽ തന്നെ സെൻസറിങ് എല്ലാം. ഹൈടെക് വണ്ടിയാണ്, ഹൈടെക്. വളരെ സ്മൂത്തായിട്ട് ഡ്രൈവിങ് അറിയുന്നില്ല. കാര്യം ഈ റോഡിൻ്റെ ജോയിൻറ്റോ ചെറിയ കുഴികളോ ഒന്നും അറിയാൻ പറ്റുന്നില്ല. ഇനി നമ്മൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് പോവുകയാണ്. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട ഉടനെ തന്നെ ലെഫ്റ്റിലേക്കുള്ള ക്യാമറ ഓണായി. അതൊരു വേറെ വണ്ടികളിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇത്ര സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം വളരെ ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല സത്യം പറഞ്ഞാൽ. ഇനി അടുത്ത ഇൻഡിക്കേറ്റർ റൈറ്റിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. റൈറ്റിലിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് റൈറ്റ് സൈഡിലെ ക്യാമറ ഓണായി എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് നമുക്കൊന്ന് കാണാം. ബാക്കിൽ വളരെ സ്പേഷ്യസ് ആയിട്ട് നല്ല ലെഗ് സ്പേസ് ഉണ്ട് ഇന്ന് യാത്ര ചെയ്യാൻ. 4 പേർക്ക്, അല്ല 5 പേർക്ക് ഇരിക്കാം, എന്നാലും 4 പേർക്ക് ലക്ഷറി. സീറ്റൊക്കെ ഇത് ലെതർ അല്ലെങ്കിൽ തന്നെ എത്ര നല്ല ഭംഗിയായിട്ട് അവർ അത് ചെയ്തിരിക്കുന്നു. വളരെ ലക്ഷറി വണ്ടി. എന്നിട്ട് ഇവിടെ ഈ ലെഗ് സ്പേസാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എത്ര കംഫർട്ടബിളായിട്ട് നമുക്കത് റിലാക്സ് ചെയ്തിരുന്ന് യാത്ര ചെയ്യാം. മറ്റു വണ്ടികൾക്ക്, പെട്രോളിൻ്റെ ഡീസലും മറ്റു വണ്ടികൾക്കൊക്കെ ആകുമ്പോൾ അത് ഈ നടുക്ക് ഒരു ബമ്പുണ്ടാവും. കാര്യം അത് എഞ്ചിനുള്ളതുകൊണ്ട്. ഇതിപ്പോൾ ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് അവർക്ക് അതിന് എഞ്ചിനൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല മൈതാനം കണക്ക് കിടക്കുന്നു. വേറെ വണ്ടികൾക്ക് ഞാൻ കണ്ടിട്ടില്ല. പുതിയ ഇലക്ട്രിക് വണ്ടികൾക്ക് കാണുമായിരിക്കും. പക്ഷേ ഞാനിപ്പോൾ ഈ ടെസ്ലയുടെ കാര്യമാണ് പറയുന്നത്. ടെസ്ല വളരെ വളരെ പെർഫെക്റ്റായിട്ട് ഒന്നും നമുക്ക് പറയാനില്ല. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ വണ്ടി. അടിപൊളി വണ്ടി, എല്ലാം കൊണ്ടും ഒരു രക്ഷയില്ല, സൂപ്പർ. അമേരിക്കയിൽ ഈ വണ്ടിയുടെ വില $47,000. $47,000 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ 41 ലക്ഷം രൂപ, 41 ലക്ഷത്തി സംതിങ് വരും അല്ലേ പുതിയ ഇത് വെച്ചിട്ട്. പിന്നെ നാട്ടിൽ ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു 60 ലക്ഷം 70 ലക്ഷം എങ്കിലും ആവും, ടാക്സും എല്ലാം കൂടെ ചേർത്ത്. ബോംബെയിൽ ഇതിൻ്റെ ഷോറൂം തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇവിടെ US ഇത് ഇന്ത്യക്കാരുടെ കയ്യിൽ ഒത്തിരി വണ്ടിയുണ്ട്. പിന്നെ ചൈനക്കാരും, ഇവർ 2 പാർട്ടികളുമാണ് ഈ വണ്ടി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. കേരളത്തിലും ഉടനെ എത്തും.
മലയാളികളും തീരെ മോശമല്ലല്ലോ കേരളത്തിലുള്ളവരും. പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ ചാർജിങ് ടൈമാണ്. കാര്യം ഇതിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. ഫാസ്റ്റ് ചാർജിങ് കേബിൾ വാങ്ങിച്ച് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് കിട്ടും. അല്ലാതെ നമ്മൾ വീട്ടിൽ സാധാ ചാർജ് ചെയ്യുകയാണെങ്കിൽ ഒരു 6 hours കൊണ്ട് ഫുൾ ചാർജ് കിട്ടും. നമ്മൾ വീടുകളിൽ ചാർജ് ചെയ്യുമ്പോൾ അത് സ്ലോ ചാർജാണ്, ചാർജ് ചെയ്യുന്ന സംവിധാനമാണുള്ളത്. നമുക്ക് ഈ സ്പീഡ് ചാർജ് എന്ന് പറഞ്ഞാൽ പുറത്ത് നമ്മൾ ചാർജ് ചെയ്യുന്ന ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അവിടെ ഒരു അരമണിക്കൂർ കൊണ്ട് ഫുള്ളായിട്ട് ചാർജ് ചെയ്ത് കിട്ടും. വീട്ടിലാകുമ്പോൾ രാത്രി നമ്മൾ പ്ലഗ് കുത്തിയിട്ടിരുന്നാൽ രാവിലെ ആകുമ്പം ഫുൾ ചാർജായി കിടന്നോളും. ഒരു 6 മണിക്കൂറോളം ടൈം വേണം. ഒരു ഫുൾ ചാർജിൽ ഒരു 500 കിലോമീറ്റർ വണ്ടി ഓടും. നമ്മൾ നാട്ടിലെ പെട്രോളിൻ്റെ വില വെച്ച് നോക്കുമ്പം എത്രയോ ലാഭകരമാണ് ഇലക്ട്രിക് വണ്ടികൾ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ നമുക്ക് കാശ് ലാഭമുണ്ട്. അങ്ങനെയുള്ള ഒത്തിരി സൗകര്യങ്ങളുണ്ട്. ഈ വർഷമാണ് ഇന്ത്യയിൽ ഇത് ലോഞ്ച് ചെയ്തത്. നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഇതെങ്ങനെ പെർഫോം ചെയ്യുന്നു എങ്ങനെയാണെന്നുള്ളത് കണ്ടറിയാം. മറ്റ് വാഹനങ്ങൾക്കെല്ലാം ഇത് വളരെ ഒരു കോമ്പറ്റിറ്റീവാണ്. പിന്നെ ആൾക്കാരെങ്ങനെ സ്വീകരിക്കുന്നു, പിന്നെ അതിൻ്റെ വില എല്ലാം ഒരു ഘടകമാണ്. കണ്ടറിയാം നമുക്ക് ഇന്ത്യയിൽ എങ്ങനെയാണിത് മാർക്കറ്റ് ചെയ്യപ്പെടുക എന്നുള്ളത്. അതേക്കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എന്താ പറയുക, നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത്രയും ചെയ്യുക. നമസ്കാരം. ഓക്കെ, ബൈ. എല്ലാവർക്കും ബൈ. അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക്.